രാവിലെ നല്ല വേദനയായിരുന്നു കാലിന്, ഇപ്പോൾ ഇച്ചിരി കുറവുണ്ട്. ചേട്ടൻ റോഡി ചേട്ടാ പോകാൻ പറ്റിയല്ല. കാലിന് അത്യാവശ്യം നല്ല വേദനയുണ്ട്, പക്ഷെ രാവിലെ നല്ല വേദനയായിരുന്നു. ഇപ്പം അത് ഇച്ചിരി കുറഞ്ഞ്. രാവിലെ നടക്കാനേ പറ്റത്തില്ലായിരുന്നു, ഇപ്പം നടക്കാൻ പറ്റുന്നുണ്ട്, ചൊട്ടുണ്ടെന്നുള്ളൂ. വൻ തിരക്കാ. ആ വേന്തേറ് വരെ എന്നാ മറ്റേ ശരിയാക്കിയായിരുന്നല്ലോ. ആ കൈ കാണിക്കൊന്നും വേണ്ട, നിർത്തും. ടൈമിങ് വരുന്ന വഴിയാണോ? ഇരിക്കല്ലേ കളി തരാന്ന് ഓർത്തായിരുന്നു. ഞാൻ കണ്ടില്ല, ഞാൻ ഇതിനകത്തില്ലായിരുന്നു, അത് ഞാൻ കണ്ടുപിടിക്കുകയായിരുന്നു. അത് നമുക്ക് കയറുന്നുണ്ട്. 5 പേരായി. ബസ് വാടകയ്ക്ക് എടുത്താ. അല്ല എല്ലാവരും ഇവിടെ ഇരിക്കുന്നവര്. എന്നാണ്ട് കോഴീനെ പിടിക്കണം. വന്നില്ലല്ലേ? എന്നാൽ നമ്മൾ ബസ്സിൽ പോകുന്നുണ്ടേ കാണത്തില്ല, മേടിക്കാം നമുക്ക്. അതാണ്ട് സുഖമായിട്ടിരിക്കും.
നാരായണി ഉണ്ട്, ഇവിടെ ഉണ്ട്. ഡാൻസ് പഠിക്കാൻ വരുന്നില്ലേ? ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. അവിടെ കരുതുന്നുണ്ട്. ഉണ്ടാക്കത്തുണ്ട് അവിടെ. ഉണ്ടായിരുന്നല്ലോ ഇടയ്ക്ക്. അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ട്. അവൾ കൊച്ചു പറയുമായിരുന്നു. കൊച്ചുണ്ടായിരുന്നോ? മോളുണ്ടായിരുന്നു. കൊച്ചിന്റെ പേര് നിരഞ്ജന. നിരഞ്ജന. എത്ര വയസ്സുണ്ട് അപ്പൊ? അവൾക്ക് 9 വയസ്സ്. എന്നാ കോഴി പിടിക്കാൻ വന്ന? കോഴി പിടിക്കാൻ വന്ന അമ്മയ്ക്ക് പകരം. അമ്മ വന്നില്ല. അച്ഛൻ എങ്ങനെയുണ്ട്? പപ്പായ്ക്ക് ഇവിടെ ഇറങ്ങുന്നില്ലല്ലോ. ഇപ്പൊ ഒത്തിരിയായി കണ്ടിട്ട്. ഇളയാളെന്തേ? അമ്മ എടുത്ത് എന്റെ അമ്മ എടുത്ത് വന്നാ രണ്ട് വിശേഷം. എത്ര കാലമായി കണ്ടിട്ട്. അവിടെ വെച്ച് കണ്ടാ അവിടെ താമസിച്ചിരുന്നപ്പോ. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇനിയിപ്പം 13 വർഷമായി. അതിനൊക്കെ മുന്നേ കണ്ടതാ. ശരിയാ, ഇത്തിരി കാലമായി കണ്ടിട്ട്. ഇപ്പൊ കുടുംബശ്രീക്കും ഇല്ലാത്ത കാരണം കൊണ്ട് ഇല്ലേ? ഇല്ല, ഞാൻ മാറിയായിരുന്നു. ഇങ്ങോട്ട് മാറിയപ്പോഴോ? അല്ല, ഞാൻ ഈ ഇടയ്ക്ക് മാറിയത്. ഈ ഇടയ്ക്ക് ഞാൻ മോടെടുത്തായിരുന്നേ. അവിടെ ബോംബെയിലായിരുന്നു. അന്നേരം മാറിയത്. കൊയ്ത് മേടിക്കാന്നോ? എല്ലാ പ്രാവശ്യം അവളെ മേടിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ രാഴ്ച അങ്ങാണ്ട് പോയിരിക്കുവാണേ. അന്നേരം അവൾക്ക് സമയമില്ല. എന്നോട് വിളിച്ച് പറഞ്ഞു അമ്മ ഒന്ന് മേടിക്കും. ജോലിയുണ്ടോ ഇവിടെ കടയില്ലേ? ഇവിടെ ഹോപ്പി ബാർ ആണോ? നിരഞ്ജന ഹോപ്പി ബാറിനും പറഞ്ഞു. ഈ ഓട്ടോ സ്റ്റാൻഡിൻ്റെ ഇവിടെ 3 വർഷമായി. കുട്ടൻ അറിയാവേ. നിങ്ങളാരും ഇങ്ങനെ അങ്ങോട്ട് വരരുതല്ലോ. ഞാൻ ചോദിക്കും അമ്മയോട്. അന്നേരം പറയുന്നത് ഇപ്പൊ എന്ത് ചെയ്യുന്നത്? ഇതൊക്കെ ഇവിടെ അക്കര ഭാഗത്തോ? പുത്തഞ്ചന്തയോ? അല്ലല്ല, ആ പുത്തഞ്ചന്ത അങ്ങോട്ട് പോണ്ട. കിടത്തോട്ടാ. ജോലിക്ക് പോകുന്നുണ്ടോ? ഇല്ല. പിന്നെ പരിപാടിയൊക്കെ റേഡിയോ എല്ലാ വാർഡിൻ്റെയും കൂടിയാന്ന് തോന്നുന്നു. എല്ലാൻ്റെ ആണോ? 8ൻ്റെ ആൾക്കാരുണ്ട്, 8ാം വാർഡിൻ്റെ ആൾക്കാരുണ്ട്, 10ാം വാർഡിൻ്റെ ഉണ്ട്. കുഞ്ഞു കോഴിയാണോ? ചെറുതായിരിക്കും അല്ലേ? ചെറുതായിരിക്കും. ബസ്സിന് വന്നോ? അവിടെ മേടിക്കുന്നില്ലേ കോഴിയെ? അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. പക്ഷെ അവിടെ വളർത്താൻ സൗകര്യം ഇല്ല. അങ്ങോട്ട് ഉണ്ട്. ഇവിടെ അമ്മയ്ക്ക് സൗകര്യം ഇല്ല. ഇവിടെ പപ്പായ നോക്കാതെ തന്നെ വേണം 2 പപ്പായ നോക്കാൻ രണ്ടല്ല. എത്ര പേരുണ്ടല്ലോ നല്ല അത്ര. ഒരു കുഴപ്പമില്ല, ഞാൻ തന്നെ ഒരാൾ നോക്കാൻ വേണമായിരുന്നു. അപ്പൊ പിന്നെ ഇനിയിപ്പോ അത് വരട്ടെയാണ്. വിളിയും കൂടുതലാ. അറിയത്തില്ല. എന്നാ ഉണ്ട്? ഇവനെ കണ്ടപ്പം വിളിക്കാതിരിക്കാൻ പറ്റും. അതുകൊണ്ട് വിളിച്ചാലേ നമ്മുടെ അരുളല്ലേ. ഒന്നുമില്ല, ഞാൻ ഇവിടെ കോഴി മേടിക്കാൻ വന്ന. ആ അത് ശരി. എല്ലാരും കോഴിക്കായിരിക്കും. എല്ലാം കോഴിയാ. ഒത്തിരി കാലം കണ്ടിട്ടോ. ഞാനിപ്പോ അത് പറയുമായിരുന്നു. ഒത്തിരി കാലമായി. ഇന്നലെ നമ്മളെ ഒന്നും മറന്നിട്ടില്ല. ഇത്ര കാലമായി നമ്മളെ കാണുമ്പോ പഴയ അറിയാം. അങ്ങനെ മറക്കാൻ പറ്റിയല്ലോ. മറക്കാൻ പറ്റുമോ? പിന്നെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു? വീഴും ഇടയ്ക്കിടയ്ക്ക്. ഞാൻ ഇടയ്ക്ക് പോകുന്നു. ഇപ്പൊ പോയിട്ട് ഒരു മാസമായി. നമ്മുടെ പഴയ കയ്യാ മോഹനൻ. പിന്നെ മോൻ്റെ അംബാസഡർ ഞാനല്ലേ ഓടിച്ചോണ്ടിരുന്നത്. കൊണ്ടാ നീല ഇടുക്കിയിലായിരുന്നു. ഇടുക്കിയിലായിരിക്കും പോലെ. പുള്ളി ഇടുക്കിയിലായിരിക്കും. ഇവിടെ ഇട്ടിരുന്നത് ഞാനാ ഓടിച്ചോണ്ടിരുന്നത്. ഓർമ്മയുണ്ടോ നിനക്കുണ്ടോ? ചെറുതായിട്ട്. വർഷത്ര 82 83 കാര്യമാണ് പറയുന്നത്. 84 മോടെ വീട് എവിടെ? ഉണ്ടൊക്കെ അല്ലെ? സ്ഥലം സ്വന്തം വീട് എവിടെയാണ്? എടക്കുന്നു. ആ പിന്നെ അത് നമ്മുടെ പഴയ കളിക്കൂട്ടുകാരിയാ. ഞങ്ങൾ 78 ഇവിടെ ഉള്ളതാ. ഇല്ല വന്നില്ല. ഞാൻ 10:30 ഇപ്പോൾ 11 മണി കഴിഞ്ഞ് 11 ഇങ്ങനെ പ്രോഗ്രാമൊക്കെ ഉണ്ടോ? ഇപ്പം കുഴപ്പമില്ല, പോകുന്നുണ്ടോ? എന്തൊക്കെയാ നിങ്ങൾ ആ പുത്തഞ്ചന്ത തന്നെയാണ് ഇപ്പോഴും? പുത്തഞ്ചന്ത അല്ല, ഇപ്പുറ സൈഡാ. മുളങ്കയം വേണ്ട ആളാ. അവിടെ ആണെങ്കിൽ എനിക്കറിയാം. രണ്ടാം നിലയും കണ്ടല്ലോ. അവിടുത്തെ നിലയൊന്നും ഇല്ലല്ലോ. അത് ചിലപ്പോൾ അല്ല, അവിടെ നീ താമസിച്ച് എനിക്ക് ഓർക്കുന്നുണ്ട്. ഒരു
അത് പാലത്തിന്റെ കല്ലപ്പാലത്തിന്റെ അവിടെ ആയിരിക്കും. അത് ഇവരുടെ ഓർമ്മയുടെ കിടപ്പുണ്ട്. അനിച്ചരിപ്പ് എവിടെയാ? കുട്ടിക്കാണോ? കായരപ്പള്ളി. കാഞ്ഞിരപ്പള്ളി അല്ലേ? എന്നാന്നോ മേടിച്ചോ? കിട്ടിയില്ലേ? അല്ലെങ്കിൽ പോയി മേടിക്കും. പേര് ഇത് എവിടെയാ? ചേച്ചി 9ന്റെ അല്ലേ? നിങ്ങളുടെ ആയില്ല. നിങ്ങളുടെ അവിടെ ആ കരത്തിനെല്ലാം ഇരുന്നു ഇപ്പൊ കൊടുത്തു തരും അല്ലെ? ഓരോ വാർഡിന്റെ അനുസരിച്ചാണോ? ഞങ്ങൾ 9ന്റെ ആയില്ല. നമ്മളെ പറയാ എന്നെ അറിയാവോ? ആ കണ്ട് എനിക്ക് അങ്ങനെ നിങ്ങൾ 9ാം വാർഡല്ലേ? ഇവിടെയാണ്. ഇത് 8ന്റെ കൊടുത്തു കഴിയുമ്പോൾ 9ന്റെ കൊടുക്കത്തുള്ളൂ. നിങ്ങൾക്ക് 11:15 സമയം തന്നേക്കുന്നേ. അല്ലെങ്കിൽ പിന്നെ വരും. അതായത് ഞങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ അവര് ടോക്കൺ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ചെയ്തത് 1ാമത് വന്നയാളിന് ഞങ്ങൾ 1 പറഞ്ഞ നമ്പർ കൊടുത്തു. അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ 1ാമത്തെ ആള് ചിലപ്പം 10ാമതായിരിക്കും വരുന്നത്. അപ്പം അവരാദ്യം കൊണ്ടുപോകും. അപ്പം ഇതിപ്പോ എന്ന് പറഞ്ഞാൽ 1, 2 കൊടുത്തുകൊണ്ട് അവര് ഞാൻ മായമന്ത്രയെ വിളിക്കാം, ടോക്കൺ തരാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് 1ാമത് വന്നവർക്ക് 1ാം നമ്പർ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അന്നേരം പോകാം. അല്ലെ ചേച്ചിയുടെ പേര് വിളിക്കുവോളം കാത്തിരിക്കണം. വിളിക്കട്ടെ. ആദ്യം സരസ്വതി. ഞാൻ ഇവിടുത്തെ ഒന്ന് തീർന്നിട്ടേ വരാവുള്ളെന്ന് പറഞ്ഞായിരുന്നേ. അതുകൊണ്ടാണ് വിളിക്കുന്നത്. വിളിക്കാവേ. കൊടുക്കാൻ പറയാം. ഉണ്ട്. ഈ നിങ്ങൾ 1ാമത് വന്നിട്ട് നിങ്ങളുടെ പേര് ലിസ്റ്റ് ചിലപ്പോൾ അവസാനമാണെങ്കിൽ നിങ്ങൾ അവസാനം നിങ്ങൾക്ക് പോകാൻ പറ്റും. നിങ്ങളതുകൊണ്ട് സ്വന്തമായിട്ടൊരു ടോക്കൺ കൊടുത്തു. അവർ ഇതുകൊണ്ട് മായമമ്പരെ ഇവിടെ ഒരു 5-6 പേര് വന്നിട്ടുണ്ട്. ഞങ്ങൾ എന്നാ ചെയ്തെന്നറിയാവോ? 1ാമത് വന്നയാളിന് 1ാമത്തെ ടോക്കൺ 1, 2, 3 എന്നിട്ട് അത് എന്നാൽ ഇങ്ങോട്ട് വാ, ഇവർക്ക് കൊടുത്തു. അതാകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. അല്ലെങ്കിൽ ലിസ്റ്റ് അപ്പം നിങ്ങൾ ടോക്കൺ മേടിച്ചു. അതാകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. അല്ലെങ്കിൽ ഈ പേരിൽ നിങ്ങൾ ചിലപ്പോൾ 30ാമതാണ് കിടക്കുന്നെങ്കിൽ നിങ്ങൾക്ക് 30ാമത് നിങ്ങളെ വിളിക്കുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ വന്നിട്ട് നിൽക്കണ്ടേ. എന്നാണ്ട് അമ്മ വന്നോ? സുഖമായിട്ടിരിക്കുന്നോ? അപ്പം വരുമ്പോൾ അങ്ങനെ എത്തിയില്ല. അവരെ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുമില്ല. ഓണാക്കിയേക്കാം. ഇത് എന്നാത്തിനാ? ഞാൻ ചുമ്മാ യൂട്യൂബിൽ ഇടാൻ വേണ്ടി. അതിന്റെ ചെലവ് വല്ലതും ഉണ്ടോ? ഇത് കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തില് ഒളയനാട് വാർഡിന്റെ ഈ വർഷത്തെ 2024-25 വർഷത്തെ കോഴി വിതരണമാണ് ഇവിടെ നടക്കുന്നത്. ഇതിനു മുന്നേ ഞങ്ങൾ വാഴവിത്ത് വിതരണം ചെയ്തു. കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് കോഴി വിതരണം ഇപ്പൊ ആരംഭിക്കുക. വാഴവിത്തും കിട്ടിയായിരുന്നു. ഞങ്ങളിവിടെ കൊടുക്കുന്ന എങ്ങനെയാണെന്നറിയോ? ആദ്യം 1ാമത് വന്നേ അതിന് 1 നമ്പർ കൊടുക്കും. അതിന് എളുപ്പമല്ലേ? പെട്ടെന്ന് താമസമൊന്നും ഇല്ല. ഇതിന് താമസമില്ല. ഞാൻ നമ്പർ പറഞ്ഞോ. എന്നാന്നറിയോ? ഏറ്റവും അവസാനം വന്നയാളാണെങ്കിൽ ഏറ്റവും അവസാനം വന്നയാളെങ്കിൽ രാവിലെ വന്നവർ. 1ാമത്തെ ആളുടെ പേര് പറഞ്ഞോളൂ. 8 കഴിഞ്ഞിട്ട് 9 ഉള്ളേ. 8 10:30 പറഞ്ഞതാ. എഡിറ്റ് ചെയ്തായിരുന്നു. അടുത്താണോ?
ചേട്ടൻ പോയി ഇത് എന്നാ ക്വാളിറ്റിയാണ് ക്രീം ഫുള്ളായിട്ടല്ലേ നാളെ നമ്മളെ വിളിച്ചേക്കില്ല ഇതുണ്ടോ പിന്നെ നാളെ എന്നെ വിളിച്ചേക്കില്ല കോഴി കൊടുത്ത് കംപ്ലൈന്റ് എത്ര പേരാ ഉള്ളത് 10 കോഴിയൊക്കെ മേടിച്ച് കോഴി ചൂടാന്ന് പറയും നട്ടത്തിൽ കോഴി ഡ്രസ്സാണ് ഡ്രസ്സ് എന്താ നോക്കിട്ടോ സ്ലോവായിട്ട് വാഷ് ചെയ്യുന്നുണ്ട് എന്നെ എടുത്തിട്ട് എൻ്റെ എടുത്തില്ല എല്ലായിടത്തും ഉണ്ടോ അല്ല വരും 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 ഇവിടെ വരും
വരേണ്ട സമയം കഴിഞ്ഞല്ലേ. ശ്യാമളമ്മ വന്നിട്ട് ഇപ്പോഴാ നോക്കുന്നത് ശ്യാമളമ്മ. കണ്ടോ കണ്ടോ? ആ ഇപ്പോഴാ നോക്കുന്നത്. ആ ഇത് എവിടെ ഇരുന്ന വേറെ ഇങ്ങനെ കാണിക്കേ കേബിള്. ഇതാ മേളിൽ ഇരുന്ന സാധനമാണേ. വേണ്ട എന്നെ കെട്ടിപ്പിടിക്കണ്ട. എന്നൊക്കെ തോന്നിയ മാറിക്കഴിയുമ്പോൾ കാണിക്കുന്നത് അറിയാവോ? പോകാൻ പറ്റുമോ? ഒന്ന് മാറാൻ പറ്റുമോ? ഉണ്ടരുന്നേ. ഓക്കെ ആ പോക്കോ. പിന്നെ എങ്ങോട്ടാ വെക്കണ്ടേ? അതിനങ്ങോട്ട് ഇടാൻ നിൽക്കി. ഇതൊന്ന് വെച്ചിട്ട് ഞാൻ കപ്പ വെച്ചു കേട്ടോ കേട്ടോ. ആ അപ്പഴപ്പതാ കുഞ്ഞു കോഴിയാണോടി? കാണിച്ചേടി കോഴിയെ. പിന്നെ കാലോട്ട് വെക്കണം. കാണട്ടെ. കൊള്ളാലോ. പൊട്ടിക്കുന്നതിന് മുന്നേ അത് ആര് പറഞ്ഞു ചേരുവോ നോക്കണം. എക്സലാണ്. പിന്നെ ചൈന കോളറുണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ പുറത്തിട്ട് നോക്കണോ? വലുതാണെങ്കിലും ഒരു കുഴപ്പമില്ല. പിന്നെ ആ വയറ് കവിഞ്ഞ് നിൽക്കണ്ടേ. ആ ചെറുതാണെങ്കിലേ ഉള്ളൂ. ഓഹ് എൻ്റെ പൊന്നെ, അങ്ങനെയാണോ ബട്ടൺസ് ഇടുന്നേ? ഇതൊരുമാതിരി കൊച്ചു പിള്ളേരെ ബട്ടൺസ് ഇടുന്നവരുണ്ടല്ലോ. പിന്നെ ബട്ടൺസ് തെറ്റായിട്ടേക്കുന്നേ. ആ ഫോണിങ്ങിതാ. കാലും കൊണ്ടല്ലോ ഇടുന്ന, കൈ കൊണ്ടല്ലേ. അൺബോക്സിങ് അപാരത. ഒരു കുഴപ്പമില്ല. എന്നിട്ട് ആ സാധനം എടുത്താൽ മണ്ടയിലോട്ട് കയറ്റി വെക്ക്. മണ്ട ഒരു ബട്ടൺസ് ഉണ്ടല്ലോ, മണ്ടയിൽ കണ്ടോ ഒരു ബട്ടൺസ്, അതങ്ങോട്ട്. ആ ഏകദേശം. ചേട്ടായൊക്കെ നമ്മൾ ഇടിച്ചാലേ ശരിയാവത്തുള്ളൂ. ഇത് ഗിഫ്റ്റാണല്ലോ. ചേട്ടായാലും കാശ് കൊടുത്ത് നല്ല സാധനം എടുക്കുകയെന്നറിയാം. എങ്ങനെയാണ് ചേട്ടാ കിട്ടിയ പോരെ? ആണോ? ഷർട്ട് കിട്ടിയപ്പോൾ കുറഞ്ഞാണോ? അമ്മേ നോക്കിക്കേ, അമ്മേ മേ നോക്ക്. എങ്ങനുണ്ട്? കുഴപ്പമില്ലെന്നേ ഉള്ളോ? ഗിഫ്റ്റാണ്, ഗിഫ്റ്റ്. ആ എടാ ആരുടെയാന്നറിയത്തില്ല. ആ വിലയൊന്നും പറയണ്ട, ഗിഫ്റ്റിന് വിലയില്ല. ആ ഏതായാലും പറഞ്ഞോ. പിന്നെ അതും കൂടെ അതിനകത്ത് കിടക്കുവോ? ഇല്ലല്ലോ.
ചോദിക്കുമായിരുന്നു അല്ല അതെല്ലാം സംഭവം കൊള്ളാം. കോളർ ഉണ്ടോ? ചെറുതാണോ ചൈന കോളർ. ഞങ്ങൾക്ക് കോളർ അങ്ങനത്തെയാ. കണ്ടിട്ടുണ്ടിരുന്നത് കാനപ്പിള്ളായിരുന്നു, ഓർമ്മയുണ്ടോ? ഈ കോളറാണ് മറ്റേ ബെഡ്ഷീറ്റ് വെട്ടി തയ്ക്കത്തില്ലായിരുന്നു. ആ ഹാ 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 അത് ആ ടൈപ്പ്. ഇവിടെ ഇതില്ലായിരുന്നു, കട്ടിങ് ഇല്ല. ഇല്ല, ഇവിടം വരെ ഉള്ളൂ, പകുതി വരെ. ആ അരക്കൂടെ വല്ലതും ബെഡ്ഷീറ്റ് മേടിച്ചിട്ട് ഒന്നുമില്ല. ബെഡ്ഷീറ്റിൽ തുണി എടുത്തിട്ട് പുള്ളി ഇപ്പോഴത്തെ കൂട്ട് ടോപ്പ് തയ്ക്കുന്ന പോലെ തയ്ച്ചു വെക്കും. പക്ഷെ അതൊക്കെ ഒരു ഫാഷനായിരുന്നു. പക്ഷെ അന്ന് ഇടുമ്പോൾ ലുക്ക് ഉണ്ടായിരുന്നു. കാരണം അന്ന് ഓരോരുത്തരൊക്കെ 1-ാം തീയതി കയറുമ്പോൾ പുതിയതൊക്കെ കിട്ടും. വലിച്ചു കയറ്റ ആരൊന്നാം തീയതി കയറിയെന്ന് അമ്മ പറയുന്നേ. ആ വലിച്ചു കയറണം അടുത്ത പ്രാവശ്യം എങ്ങനെ വേണേലും. ഓക്കെ. ഫോട്ടോ എനിക്കതില്ല, ഞാൻ നാരായണിക്ക് തയ്ച്ചു കൊടുത്ത സാധനമാണത്. കോഴിയെ ഇട്ടിരിക്കുന്നത് പഴയ പ്രാവിൻ്റെ കൂടാ. കുഴപ്പമൊന്നുമില്ല, നല്ലത്. ഹായ് കാണിക്കണം, അതിലെ കൂടെ പോകണം. ഞാനിപ്പം എനിക്ക് വയ്യ നടക്കാൻ. പിന്നെ കാണിക്കാം, നാളെ കാണിക്കാം. ഇനി ഞാൻ പോണോല്ലോ ചട്ടി. വീഡിയോ എഡിറ്റ് ചെയ്ത് തീർന്നുമില്ല. നാളെ കാണിക്കാവേ, നാളെ കാണിക്കാം. ആണോ? ഇതിലെങ്ങോട്ട് കുഞ്ഞാടി കുഞ്ഞാ ശരി പോടി, ഞാൻ കാണിക്കാൻ തോന്നുന്നു. കാരണോട്ടോ ഇതുണ്ടോ കൂട്ടിനകത്ത് കിടക്കുന്നത്. കോഴീനെ അന്ന് താറാവിൻ്റെ കൊത്ത് കിട്ടിയ പിന്നെ കോഴീനെ താറാവിനെ എല്ലാത്തിനെയും പേടിയാണല്ലോ ഈ പന്ന കൊച്ച്. പേടിച്ചു. കോഴീനെയും താറാവിനെയും കാക്കേനെയും ഒക്കെ പേടിയാണ്. താറാവ് താഴെ മിനിച്ചേച്ചിട്ടുണ്ട്. വേണോ?